മനുഷ്യ ജീവിതത്തിൽ ധാരാളം അസാധ്യതകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കഴിവിനും ബുദ്ധിക്കും ഒക്കെ ഒത്തിരി അപ്പുറത്ത് അസാധ്യതകൾ നിന്നുകൊണ്ട് നമ്മളിൽ ഭയമിളവാക്കുകയാണ്. ഇത് നടക്കുവാൻ ഒരു സാധ്യതയുമില്ല, ഇത് നടന്നു കിട്ടത്തില്ല എന്നൊക്കെ വാദപ്രതിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബൈബിള് നമുക്ക് തരുന്ന ഒരു വലിയ ഉറപ്പുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട് കർത്താവ് സംസാരിക്കുക. അത് മനുഷ്യർക്ക് അസാധ്യം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അസാധ്യതകൾ നിന്റെ ലൈഫിനെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക. നിനക്കേ അത് അസാധ്യമായിട്ട് തോന്നിയിട്ടുള്ളൂ. നിനക്കറിയാം, നിന്റെ കഴിവ്, നിന്റെ മിടുക്ക് ഒക്കെ നിനക്കറിയാം. അതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും നിങ്ങൾക്കറിയാം. പക്ഷേ പ്രാർത്ഥിക്കുന്നൊരു ദൈവപൈതന്റെ മനസ്സിൽ വെളിപ്പെടുന്ന ഏറ്റവും വലിയ സന്ദേശം, ഏത് അസാധ്യതകളും മുമ്പിൽ വന്നാലും അത് ഞങ്ങൾക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് അല്ല താനും. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങളെ ചുമന്ന് കർത്താവിന്റെ അടുക്കലേക്ക് വന്ന്, കർത്താവേ, ഈ കാര്യം സാധ്യമാക്കി തരണമേ എന്ന് ആര് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ അവരുടെ അസാധ്യതകളെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുക. കുറച്ചു ദിവസമായിട്ട് നിന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വചനം പറയുമ്പോൾ ആത്മക്കണ്ണുകളിലൂടെ കാണുക. ഇതാര് മാറ്റിത്തരും? ആർക്കിതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിയും? ചിന്തിച്ചിട്ടും എത്തും പിടിയും കിട്ടുന്നില്ല. നിന്നോട് ദൈവം സംസാരിക്കുക. ചിന്തിച്ച് സ്തോത്രം മടുക്കണ്ട, വിഷമിക്കണ്ട. നിനക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ഉറപ്പായി വിശ്വസിക്കുക. നിന്റെ ആ പ്രശ്നം ദൈവം സോൾവ് ചെയ്ത്, ദൈവം പരിഹരിച്ചു തരും, ദൈവം തീർത്തു തരും. ദൈവം ആ വിഷയത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നമുക്കൊന്നിച്ച് ആ വാക്യം ഒരിക്കൽ കൂടെ പറയാം. അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലതും സാധ്യം എന്ന് പറഞ്ഞു. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അസാധ്യതകളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ആ കാര്യം സാധിപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചോട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അദൃശ്യകരം അവരുടെ മേൽ നീട്ടണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് അത് സാധ്യം. ദൈവം കൂടെയിരിക്കും. ഗോഡ് ബ്ലസ് യു.